ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വിളവെടുപ്പുമല്ല, കൃഷി ചെയ്യുന്നതല്ല, പൂക്കളെ കാണിക്കൊന്നുമല്ല ചെയ്യുന്നത്. ഞാൻ നട്ട എന്റെ കൃഷിക്ക് പച്ചക്കറിക്കൊക്കെ പൂക്കൾക്കൊക്കെ ഞാനൊരു വളം ഉണ്ടാക്കുകയാണ്. ആ വളം എന്താണുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്നാ വരി. ഇതാണ് ആ വളം. കണ്ടില്ലേ? മുട്ടത്തോട്, പഴത്തിന്റെ തോട്, ഉള്ളിത്തൊലി എല്ലാം. ഇതൊക്കെ നമ്മള് കൊണ്ടുപോയി ഞാൻ കളയല്ല ചെയ്യുന്നത്. എന്നാ ഇത് ചെടികൾക്ക് ഏറ്റവും നല്ലൊരു വള. എല്ലാവരും ഈ മുട്ടത്തോട് എന്ത് ചെയ്യുന്ന അറിയോ? ഉണക്കി പൊടിച്ച് ചെടിക്കിട്ട് കൊടുക്കും. ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്നത് ഈ മുട്ടത്തോടും പഴത്തോടും ഉള്ളി ഒക്കെ മിക്സിയിൽ അങ്ങ് അരക്കുക. അരച്ചു കഴിഞ്ഞിട്ട് ചെടികൾക്കെല്ലാം അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അരച്ചു കഴിഞ്ഞ് ആ വെള്ളം നമ്മൾ ഒഴിക്കുന്ന വെച്ചാൽ പെട്ടെന്ന് അവർ പിടിച്ചെടുക്കാൻ കഴിയും. ഏറ്റവും നല്ലത് അതാണ്. പിന്നെ പഴത്തോട് പൊടിച്ചിട്ട് എല്ലാവരും ചെടിന്റെ ഇട്ട് കൊടുക്കലുണ്ട്. പിന്നെ നമ്മൾ മണ്ണ് നിറക്കുമ്പോൾ മണ്ണിലിടാറുണ്ട്. ഇതിൽ ധാരാളം കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, മെഗ്നീഷ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം അടങ്ങിയാൽ തന്നെ ചെടികൾക്ക് പെട്ടെന്ന് തളിര് വരാനും പൂവിടാനും കായ്ക്കാനും വളരെ ഉപകാരമാണ്. പിന്നെ വേരുകൾക്ക് ബലം വെക്കാനും എല്ലാം നല്ലതാണ്. നമ്മൾ ഈ മുട്ടത്തോട് ഇങ്ങനെ തന്നെ കൊണ്ടുപോയിട്ടാല് ഒരു കാര്യമില്ല, ചെടികൾക്ക് കിട്ടുകയല്ല. നേരിട്ട് വലിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. പൊടിച്ചാലോ അല്ലെങ്കിൽ അരക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അരച്ചു കഴിഞ്ഞാൽ വേഗം പിടിച്ചെടുത്തോളൂ. ധാരാളം പോഷകങ്ങൾ അടങ്ങിയ ഒന്നായത് ചെടികൾക്ക് നല്ല ഒരു വള. അപ്പൊ എല്ലാവരും ഇങ്ങനെ വലിച്ചെറിയുന്നത് നമ്മൾക്ക് ഇങ്ങനെ കൊണ്ടുപോയി ചെയ്ത് കഴിഞ്ഞാല് കുറച്ച് റിസ്ക് എടുക്കണം. എന്നാ പിന്നെ നമ്മൾ പൈസ കൊടുത്ത് വളമൊന്നും വാങ്ങണ്ട, ഒക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്. ഞാനിത് അരച്ചു കൊണ്ടുവരട്ടെ. അരച്ചു, കണ്ടില്ലേ? ഇതെന്താ ഈ കളർ വരാൻ കാരണം എന്നറിയോ? ഇത് നേന്ത്രപ്പഴത്തിന്റെ തോട്, തൊലി, മുട്ടത്തോട്, പിന്നെ ഉള്ളി, ചായപ്പൊടി, ചണ്ടി എല്ലാം നല്ല വള. എല്ലാം നല്ല കാൽസ്യം അടങ്ങി തന്നെയാണിത്. നമുക്ക് ചെടികൾക്ക് വേപ്പും പിണ്ണാക്കോ അല്ലെങ്കിൽ കടല പിണ്ണാക്കോ ഒന്നും വാങ്ങാൻ കഴിവില്ലാത്തവർക്കൊക്കെ ഇത് എന്ത് ഉത്തമാന്നറിയോ? ഇതങ്ങ് ചേർത്താൽ മതി. നമുക്ക് ദിവസം ഉണ്ടാവുമല്ലോ. ദിവസം പഴം മുട്ടിയൊന്നും എല്ലാവരും വീട്ടിലും ഇല്ലെങ്കിലും ഇടക്കൊക്കെ ഉണ്ടാവുമല്ലോ. കുറച്ച് നേർപ്പിച്ചിട്ട്, ചായപ്പൊടി ചണ്ടിയൊക്കെ ഫസ്റ്റാട്ടോ, നേർപ്പിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നാൽ നമ്മളെ ചെടികൾക്ക് വേഗം തളിര് വരും, മൊട്ട് വരും, പൂ വരും, കാ വരും. നമുക്കിങ്ങനെ ഉണ്ടാവുമ്പോഴാണല്ലോ കൃഷി ചെയ്യാൻ ഒരു താല്പര്യം വരിക. ഒന്നും ഉണ്ടാവുന്നില്ല എന്നിങ്ങനെ ഓരോരുത്തർ പറയുന്നത് കേൾക്കാം. എനിക്ക് ഉണ്ടാവുന്നില്ല, പൂ പിടിക്കുന്നില്ല. അങ്ങനത്തെവർക്കൊക്കെ അത് ചെയ്തു നോക്കണ്ടി. പെട്ടെന്ന് എല്ലാം മാറി മറിയുന്ന നമുക്ക് കാണാം. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന മിക്സി അയ്യരച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ മുട്ടത്തോടൊക്കെ അരച്ചാൽ മൂർച്ചം കൂടിയുള്ളൂ. ഇത് കുറച്ച് നേർപ്പിക്കും ഞാൻ. എന്താല്ലേ കളറ്? ചായപ്പൊടി ചണ്ടിയൊക്കെ ഉണ്ടായത് കൊണ്ടാണ് ഇതിങ്ങനെ വന്നത്. ഞാൻ നേർപ്പിക്കട്ടെ. ഇത് കഞ്ഞിവെള്ളം കേട്ടോ. കഞ്ഞിവെള്ളമൊക്കെ ഞാൻ വേസ്റ്റ് പാത്രത്തിൽ അങ്ങ് ഒഴിച്ചു വെക്കല. കഞ്ഞിവെള്ളം പുളിച്ചോളും. പുളിപ്പിച്ച കഞ്ഞിവെള്ളം കൂടി അങ്ങ് ചേർത്താലേ ഉറുമ്പൊന്നും അങ്ങനെ വരില്ല. അതുകൊണ്ട് ഉള്ള ഗുണം അത്. ഇപ്പം പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ നല്ല ചെടികൾക്ക് നല്ലതാണല്ലോ, ഒരു മരുന്നും കൂടിയാണല്ലോ. അപ്പം ഇങ്ങനെ അങ്ങ് ചെയ്താൽ, നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയി നോക്കിയാൽ മതി. തളിര് വരുന്നുണ്ടോ, പൂ വരുന്നുണ്ടോ നമുക്ക് കണ്ടുങ്ങൾ ഞെട്ടു. ഞാൻ ഇരട്ടിയിലധികം വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിരുന്നു കേട്ടോ. കഞ്ഞിവെള്ളം പുളിപ്പിച്ചതൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഇത് ഒഴിക്കാൻ പോവുക. കണ്ടില്ലേ എൻ്റെ ചെടി പൂവിട്ടത്? ഇതിനൊക്കെ ഞാൻ ആഴ്ചയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പോട്ടിലാണ് ഒഴിച്ചതെങ്കിൽ കണ്ടമാനം ഒഴിക്കരുത്, കുറച്ചേ ഒഴിക്കാവൂ. കാരണം എന്താ, ഒലിച്ച് പോയതിനോട് ഒരു കാര്യമില്ല. അപ്പം ഞാൻ കുറച്ചേ ഒഴിക്കും. കുറച്ച് ഒഴിച്ചിട്ടേ ഒലിച്ചു പോവാണ്ടക്കാൻ. എന്താ ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഒലിച്ചു പോയിട്ട്. അപ്പം നമുക്ക് ഇങ്ങനെയല്ല നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ചെടിക്ക് കിട്ടണ്ടേ. ഇത് എൻ്റെ കാബേജാ. ഇത് വേറൊരു കാബേജ്. ഇതവിടെതാ. എൻ്റെ ഈ ജൂലൈ മാസമായത്. ജൂലൈ മാസത്തിൽ എനിക്ക് കാബേജ് എല്ലാം ഉണ്ടാവുന്നുണ്ട്. ഇതാ കാബേജ് ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. ഇതിനൊക്കെ സമയം ഉണ്ടല്ലോ. ഇതൊക്കെ തയ്യ എല്ലാം ഞാൻ പോട്ടിലാണ് വെച്ച്. കുറച്ചേ ഒഴിക്കും പോട്ടിലൊക്കെ. ഇതിപ്പോൾ ഞാൻ അടുത്ത് നട്ട കാബേജാ, കുറച്ച് മതി.
ഇതൊക്കെ എന്റെ പൂച്ചെടിയതാ മൊട്ടിട്ട് കണ്ടോ മൊട്ട് വരുന്ന്. ഇതൊക്കെ അപ്പൊ അടുത്ത് നട്ടതാ. ഇതെന്റെ ഡെയ്സിയൊക്കെ ആളായി വരുന്നുണ്ട്. കുറച്ച് വയ്ക്കുള്ളൂ. ഇതെന്റെ കാബേജ് അല്ല, വഴുതിന. എന്താ ഇവിടെ ഒരു ജെറേനിയ. ഞാൻ എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കും. ഇതെന്റെ വഴുതിന കണ്ടോ ആളായി വരുന്നത്. ജെറേനിയ കണ്ടോ പൂവിട്ടത്, നല്ല അടിപൊളി പൂവിട്ടത്. കാൽസ്യം നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. മുട്ടത്തോടില് പഴത്തൊലിയില് അതൊക്കെ അരച്ചതാണല്ലോ ഈ ചേർക്കുന്നത്. അപ്പൊ നമുക്ക് ചെടികൾക്ക് പെട്ടെന്ന് പൂവിടാനും കായ്ക്കാനും എല്ലുകൾക്ക് ബലം കിട്ടാനും വേരുകൾക്ക് ബലം കിട്ടാനും പിന്നെ വായു സഞ്ചാരത്തിന് ഇത് നല്ലതാന്നാ പറയുന്നത്. വായു സഞ്ചാരത്തിനും വേരുകൾ നട്ടോട്ടോടി കാൽസ്യം ലവണങ്ങളൊക്കെ വലിച്ചെടുക്കണ്ടേ. ഇതൊക്കെ അല്ലേ ഞാൻ തൈകൾ ഇങ്ങനെ കട്ട് ചെയ്ത് നട്ടതൊക്കെ ആളായി വരുന്നുണ്ട്. ഇതന്നെ നിത്യവഴുതിനെ ഇടയിൽ ഞാൻ പൊന്നാങ്ങാടി നട്ടിട്ടുണ്ട്. മെലസ്റ്റോമ ഞാൻ ചെറിയ തളിര് പൊട്ടിച്ച് നട്ടുണ്ടാക്കിയതാ. പൂടാൻ നോക്കുന്നത് കണ്ടോ, നിറച്ച് മുട്ട. ഇതിങ്ങ് പൂക്കുമ്പോ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇതിന്റെ ഭംഗി. ഇതൊരു ഇലച്ചെടിക്ക് ഞാൻ ഒഴിക്കുന്നില്ല. വേറൊരു മെലസ്റ്റോമന്റെ ചെടി. ഇതെന്റെ കുറ്റി കുരുമുളക് കണ്ടോ, തിരിയിട്ടുണ്ടായത് ഉഷാറായി വരുന്നത് കണ്ടോ. ഇവിടൊക്കെ ഇതിന് വെച്ചു കൊടുക്കട്ടെ. ഈ ചെടിയിൽ ഇത് ഞാന് അടുക്കള കമ്പോസ്റ്റ് ഇങ്ങനെ ഇട്ടത് കൊണ്ട് ഒരു കയ്പ ഉണ്ടായത് കണ്ടോ. ഉഷാറായി ചെടി മേലോട്ട് പോണ്. ഇപ്പൊ എന്താ അത് ചെയ്യുന്നത്, നിലനിർത്തണോ അത് കളയണോന്നപ്പ ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ചെടിന്റെ കരുത്ത് കണ്ടിട്ട് കളയാൻ തോന്നുന്നില്ല. ഇതല്ല എന്റെ പൊന്നാങ്കണ്ണി കേട്ടോ. പൊന്നാങ്കണ്ണി ഇതാ കാഴ്ച ശക്തി. പകൽ പോലും നക്ഷത്രത്തെ കാണുന്ന ഇത് കഴിച്ചാൽ അത്രക്കും കണ്ണിന് കൂർപ്പ കാഴ്ച ശക്തി. ഇതിന് ഒഴിച്ചോളന്നൊന്നുമില്ല. ഞാൻ പിന്നെ ഉണ്ടാക്കുമ്പോൾ അങ്ങ് ഒഴിച്ചു കൊടുക്കാന്നേ ഉള്ളൂ. നമുക്ക് സ്ഥലമല്ലാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു പണിയായിരുതാ. ഞാൻ കുപ്പി കെട്ടി തൂക്കിയിട്ട് അതിലേക്ക് നിറച്ചു കൊടുത്തതാ പൊന്നാങ്കണ്ണി. ഇതിലും കുറച്ച് ഒഴിച്ചു കൊടുക്കട്ടെ. ചാന്തൂറിയം കണ്ടോ ഉണ്ടായത്, എന്താ കളറില്ലേ, നോക്കി നിന്നു അതിന്റെ ചോപ്പ്. നമ്മള് പഴത്തോട് മുട്ടത്തോടൊക്കെ അങ്ങനെ തന്നെ അപ്പാടം കൊണ്ടുപോയി ഇടുകയാണെങ്കിൽ എറുമ്പ് വരും. അപ്പൊ ഇങ്ങനെ അങ്ങ് ചെയ്താല് പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിലെ കൂട്ടി അരച്ച് അങ്ങ് ഒഴിച്ചാല് എറുമ്പും വരില്ല, എല്ലാം ഇതിന് കിട്ടുകയും ചെയ്യും. അപ്പൊ എൻ്റെ വീഡിയോ അത്രേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.